തനിക്കെതിരായ യൂത്ത് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റ് NS നുസൂറിന്റെ ആരോപണങ്ങൾ തള്ളി വാമനപുരത്തെ UDF സ്ഥാനാർത്ഥി സുധീർ ഷാ പാലോട് 20 വർഷമായി തിരുവനന്തപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തന്റെ മതേതര നിലപാട് വാമനപുരത്തുകാർക്ക് അറിയാം. സീറ്റ് കിട്ടാത്തതിനാൽ പാർട്ടി വിട്ടുപോകുന്നവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ലെന്നും സുധീർ ഷാ പാലോട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. SDPIയുടെ പിടിവാശി കൊണ്ടാണ് സുധീർ ഷാ പാലോടിനെ സ്ഥാനാർത്ഥിയാക്കിയതെന്നായിരുന്നു NS നുസൂറിന്റെ ആരോപണം. അനുരു അശോകൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാനത്ത് CPMന്റെ പൊന്നാപുരം കോട്ടയാണ് വാമനപുരം. ആ വാമനപുരം ഇത്തവണ ഇളക്കി മറിക്കാൻ UDF ഇറക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ അധ്യക്ഷനായ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സുധീർ ഷാ പാലോടിനെയാണ്. 4.5 പതിറ്റാണ്ടായി CPMന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ അത് പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ടോ? അങ്ങനെ പൊന്നാപുരം കോട്ടയൊന്നുമില്ല. പൊളിച്ചാൽ പൊളിയാത്ത ഒരു കോട്ടയും കേരളത്തിലില്ല. സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 50 വർഷക്കാലം 5 പതിറ്റാണ്ട് കാലം ആ നിയോജക മണ്ഡലത്തിൽ മാറി മാറി ജനങ്ങൾ പരീക്ഷിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികളാണ്. പക്ഷേ അവരുടെ വിലയേറിയ വോട്ടുകൾ വാങ്ങിപ്പോയതിനു ശേഷം ആ നിയോജക മണ്ഡലത്തിൻ്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. ജനങ്ങൾ ഇനിയും പരീക്ഷിക്കാൻ തയ്യാറല്ല. അനിവാര്യമായ മാറ്റത്തിന് ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം ആ നാട്ടിലെ ജനങ്ങൾ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. LDFും DK മുരളിയും അവകാശപ്പെടുന്നത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ 2100 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ വാമനപുരത്ത് നടത്തിയിട്ടുണ്ടെന്നാണ്. അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആ നാട്ടിൽ 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾക്കത് ഫലപ്രദമായും ഗുണപ്രദമായും ലഭ്യമാകണമല്ലോ. അങ്ങനെ ഒരു കാര്യമേ അവിടെ ഇല്ല. അത്തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ വികസന മുരടിപ്പിൻ്റെ 50 വർഷക്കാലമായിരുന്നു. ആ നിയോജക മണ്ഡലത്തിൽ ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ്. 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭം ഈ ഇന്ന് വരെ 50 വർഷക്കാലം ഭരിച്ചതിന് ശേഷം അവിടത്തിൻ്റെ ജനപ്രതിനിധികൾക്ക് തയ്യാറായിട്ടില്ല, അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിങ്ങളിങ്ങനെ പറയുമ്പോഴും അവിടെ തുടർച്ചയായിട്ട് ജയിക്കുന്നത് CPMന്റെ MLAമാർ തന്നെയാണ്. DK മുരളി വീണ്ടും ഭൂരിപക്ഷം ഉയർത്തുകയാണ്. അപ്പോൾ ഈ ഒരു ആരോപണം എത്ര കണ്ട് നിലനിൽക്കും? അത് ജനം കൃത്യമായി വിലയിരുത്തും. അത് മാറാൻ പോകുന്ന ആ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. താങ്കൾക്കെതിരെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം, നുസൂർ ഉന്നയിച്ച ആരോപണം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം SDPI പറഞ്ഞിട്ടാണ് എന്നാണ്. അതിനോട് സ്ഥാനാർത്ഥിത്വം ലഭിക്കാതെ പാർട്ടി വിട്ടു പോകുന്നവർ പലരും പറയും. അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. എൻ്റെ മതത്തിന് ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 20 വർഷക്കാലം ആ നാട്ടിലും ഈ ജില്ലയിലും നിസ്വാർത്ഥമായി പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ജില്ലയിലെ സമരപ്രവർത്തനങ്ങൾ സംഘടനാ പ്രവർത്തന നേതൃത്വങ്ങൾ വ്യക്തി എന്ന നിലയിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി എന്നെക്കുറിച്ച് അറിയാം. പാർട്ടി വിട്ടുപോകുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങൾക്ക് ഇപ്പോൾ മറുപടി പറയേണ്ട കാര്യമില്ല. അപ്പോൾ ചിത്രം വ്യക്തമാണ്. ശക്തമായ പോരാട്ടം തന്നെയാണ് വാമനപുരത്ത് നടക്കുന്നത്. ആരോപണങ്ങളോടും ഒന്നും സുധീർ ഷാ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. നുസൂറിന് മറുപടി അർഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ സുധീർ ഷാ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയൊരു പോരാട്ടം തന്നെയാണ് CPMന്റെ ശക്തമായ മണ്ഡലത്തിൽ നടക്കുന്നത്. ക്യാമറാമാൻ ചന്തു പ്രഭുത്തിനൊപ്പം അനുരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.